ഇന്ന് പോരാടം. ഇനി ഓണത്തിന് വെറും 2 ദിവസം മാത്രമേ ഉള്ളേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്ന് ഏവൂരേക്ക് പോവാണ്. രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങണമെന്നാണ് അണ്ണൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ മക്കളൊക്കെ എഴുന്നേറ്റ് കുളിച്ചു. ഞാനും എല്ലായിടത്തും തൂത്തെല്ലാം വൃത്തിയാക്കി വിളക്കൊക്കെ കഴുകി വെച്ചു. അങ്ങനെ 8 മണിയെന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ ലേറ്റായി. 8:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടേ. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിൽ. ഇപ്പം ദേ അമ്പലപ്പുഴ എത്താറായി. അമ്പലപ്പുഴയ്ക്ക് മുമ്പുള്ളൊരു പാലമാണിത്, കാക്കാഴം പാലം. അമ്മയും അപ്പച്ചി രാവിലെ കൂടി ഫോൺ ചെയ്തതേ ഉള്ളൂ, നിങ്ങൾ എത്ര മണിക്കായി ഇറങ്ങുന്നതെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു രാവിലെ തന്നെ ഞങ്ങൾ വരും, ഞങ്ങൾക്കുള്ള കാപ്പിയൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും അമ്പലപ്പുഴ ജംഗ്ഷനായി. ഇവിടെ നിന്നാണ് അമ്പലപ്പുഴയിലേക്ക് അങ്ങോട്ട് പോകുന്നത്, അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോകുന്നത്. റോഡൊക്കെ ഇപ്പം നല്ലതായതുകൊണ്ട് വണ്ടി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ ഹരിപ്പാടിനടുത്തുള്ള തോട്ടപ്പള്ളി പാലമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറും കൂടെ മതി നമ്മുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഒത്തിരി മഴ വരുന്ന സമയത്ത് ഈ പാലത്തിൻ്റെ ഷട്ടറൊക്കെ തുറക്കും കേട്ടോ. പിന്നെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡായിട്ടുണ്ട്. ഇന്നലത്തെ അമ്പലത്തിൻ്റെ ചക്കുളത്തുകാവ് അമ്പലത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഹരിപ്പാട് ബസ് സ്റ്റാൻഡെന്ന്. അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഹരിപ്പാട് താലൂക്ക് ഹോസ്പിറ്റലാണേ. ഇത് നമ്മുടെ അടുത്തുള്ള കാഞ്ഞൂർ ദേവീക്ഷേത്രമാണേ. ഇതെന്ന് പറഞ്ഞാൽ ചേപ്പാട് പള്ളിയാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ്. കത്തോലിക്ക സിറിയൻ അങ്ങനെ എന്തോ പള്ളിയാണ്. പണ്ട് മുതലുള്ളതാണ്. ഇതിപ്പോൾ റോഡ് പണിയൊക്കെ വന്നുകൊണ്ട് ഈ പള്ളി മിക്കവാറും പൊളിക്കുമെന്നാണ് പറയുന്നത്. അതിന് പകരമായിട്ട് അവരിപ്പുറത്ത് പുതിയ പള്ളി കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, ഇനിയിപ്പം ഞങ്ങൾ ഏവൂരോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 2 മക്കളാണ്. എനിക്കൊരു ചേച്ചിയാണുള്ളത്, രേഖ. ചിലർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ ഈ ചാനലിലെ ഷോർട്സിൽ ഞങ്ങൾ 2 പേരും കുറച്ച് ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ചേച്ചി ചേപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അവിടെ തിരുവനന്തപുരത്താണ് ചേച്ചിക്ക് ജോലിയും, അവിടെയാണ് താമസിക്കുന്നതും ഒക്കെ. അപ്പോൾ ചേട്ടന് ജോലി സംബന്ധമായിട്ട് ഇവിടെ ഇല്ലാത്തതിനാൽ തിരുവോണത്തിന് അക്കെ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞ് നേരെ ഏവൂരേക്ക് വാ എന്ന് പറഞ്ഞു. ഇതാണ് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് കെട്ടിയതാണ് ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ആനക്കുട്ടിൽ പോലെ. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് കുറച്ച് പാലും പഴവും ഒക്കെ മേടിച്ചുകൊണ്ട് വരാൻ. അപ്പം പിന്നെ നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളൊരു പച്ചക്കറി കടയിൽ കയറി ഞങ്ങൾ പാലും പഴവും ഒരു പൈനാപ്പിളും ഒക്കെ മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്കാണ്. നമ്മുടെ വീടിനടുത്ത് ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിലെ ആഘോഷങ്ങൾക്കാണ് അവിടെ എല്ലാം അലങ്കരിച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള ഇടവഴി കയറുവാണ്. ഓരോ സ്ഥലം എത്തുമ്പോഴും മോനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, അമ്മേ ഏവൂരെത്തിയോ, അമ്മമ്മമാരുടെ അടുത്ത് എത്താറായോ എന്നൊക്കെ. അവർക്ക് 2 പേർക്കും ഇവിടെ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ വീടാണേത്. നമ്മുടെ വീടിൻ്റെ ഒരു വീഡിയോ ഈ ചാനലിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് അല്ല സെക്കൻഡ് വീഡിയോ തോന്നുന്നു. ഈ വീടിൻ്റെ ഫുൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും വല്യപ്പൻ ഓടി വന്നു കേട്ടോ, വേണിച്ചേട്ടനെ. അമ്മമാർ 2 പേരും ഞങ്ങൾ വരുന്നത് കണ്ട് സെറ്റൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പായിട്ട് നിൽക്കുകയാണ്. രാവിലെ പുട്ടും എല്ലാം ഉണ്ടാക്കി ഞങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങളാണേലും വിശന്ന് ആകെ കുഴഞ്ഞാണ് വന്നത്. പിന്നെ പുട്ടൊക്കെ കഴിച്ചപ്പോഴത്തേക്കും മീൻ വന്നു. അങ്ങനെ മത്തിയും മേടിച്ചു, നങ്കയും മേടിച്ചു. അപ്പോൾ അവരതിൻ്റെ എല്ലാം പണിക്ക് പോയി. അപ്പോഴാണ് എന്നോട് പറഞ്ഞെടി ഞങ്ങളെല്ലാം ഉപ്പേരികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരെണ്ണം മാത്രം ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞു. ഡയമണ്ട് കട്ട്സ്, അതിനിങ്ങനെ പരത്തുകയൊക്കെ വേണമല്ലോ, അവർക്ക് കൈയൊക്കെ വയ്യാതിരിക്കുക. അപ്പം നിങ്ങളത് ഉണ്ടാക്കാവോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ ഞങ്ങൾ ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആഹാരം എല്ലാം കഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഞാനും ചേച്ചിയും നേരെ ഇതിൻ്റെ പണിയിലേക്ക് ഞങ്ങൾ പോയി. ഞാനിങ്ങനെ പരത്തി കൊടുക്കും, ചേച്ചി അതെല്ലാം മുറിച്ച് തരും. പിന്നെ അതെല്ലാം ഇതേപോലെ എണ്ണയ്ക്കകത്തിട്ടെല്ലാം കോരിയെടുത്ത് ഉച്ചവരെ പിന്നെ ഞങ്ങളുടെ പണി അതായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പഞ്ചസാര പാവ് കാച്ചിയിട്ട് അതിനെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചു. മുളക് ചേർത്തതും ഉണ്ടായിരുന്നു, അതും പിന്നെല്ലാം വറുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും ചോറിനുള്ള സമയമായി. നല്ല ചൂട് ചോറും മത്തിക്കറിയും തോരനും എരിശ്ശേരിയും പപ്പടവും ഒക്കെ ആയിട്ട് കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ പുതിയ ഓണക്കോടിയാണ്, അണ്ണൻ മേടിച്ചു തന്നാണ് എൻ്റെ കെട്ടിയോൻ.
എങ്ങനെയുണ്ടെന്ന് പറയണം എല്ലാവരും. എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട്. നല്ല കളറാണ്. അപ്പം ഞാൻ പറഞ്ഞു അണ്ണാ ഇതിൻ്റെ എനിക്ക് കുറേ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ വീഡിയോ എടുത്തു. അപ്പോഴേക്കും അമ്മയും അപ്പച്ചിയും ചേച്ചിയും എല്ലാം റെഡിയായിട്ട് വന്നു. മോള് വന്നില്ല. മോളും വല്യപ്പനും കൂടെ വീട്ടിലിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും പേരുമായിട്ടാണ് അമ്പലത്തിൽ പോയത്. നമ്മുടെ ഇവിടെ അടുത്ത് 3 അമ്പലമാണുള്ളത്. ഒന്ന് നമ്മുടെ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും പിന്നെ നമ്മുടെ രാമപുരം ത്തുള്ള ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം. അതാണ് നമ്മുടെ ഗ്രാമദേവത. ഗ്രാമദേവൻ നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി. പിന്നെ നമ്മുടെ തൊട്ടടുത്തൊരു ധർമ്മശാസ്താവിൻ്റെ അമ്പലമുണ്ട്, അയ്യപ്പൻ്റെ അമ്പലം. അത് പണ്ടത്തെ അമ്പലം പുതുക്കി ഇപ്പോൾ പുതിയ അമ്പലം പണിഞ്ഞതാണ്. പണ്ടത്തെ അമ്പലം കാവൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ആ കാവൊക്കെ പുറകിൽ തന്നെ ഉണ്ട്. അത് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് വെച്ച പുതിയ അമ്പലമാണ്. അപ്പം അവിടെ കയറി ഞങ്ങളെല്ലാം തൊഴുത്. അപ്പോഴേക്ക് സമയം ഒരു 6 മണി 6:15 ആയതേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ നേരെ രാമപുരത്തെ അമ്പലത്തിലോട്ട് പോയി. ഈ 2 അമ്പലവും NHൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ രാമപുരത്ത് അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിലേക്കുള്ള പട്ടും എണ്ണയും ചന്ദനത്തിരിയും കർപ്പൂരവും അതെല്ലാം മേടിച്ചപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അമ്പലത്തിനകത്ത് കയറി നന്നായിട്ട് തൊഴാൻ പറ്റി. പിന്നെ ഈ അമ്പലത്തിൽ ചുറ്റിനും ഒരുപാട് ഉപദേവതകളുള്ള അമ്പലമാണ്. ബ്രഹ്മരക്ഷസുണ്ട്, അതുപോലെ നാഗരാജാവ്, നാഗയക്ഷി, ബാലകർ, അറുകുല വല്യച്ഛൻ, അങ്ങനെ ഒരുപാട് ഉപദേവതകളുള്ള അമ്പലമാണ്. ഇവിടുന്നാണ് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഏവൂർ അമ്പലത്തിലേക്ക് പോയത്. ഏവൂർ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ദീപാരാധന ഏകദേശം കഴിഞ്ഞിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഭഗവാനെ നേരിട്ട് അകത്ത് നന്നായിട്ട് തൊഴുത് മാലയൊക്കെ മേടിച്ച് കൊടുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടം കൊണ്ട് അവസാനിക്കാം. നാളെ ഉത്രാട വിശേഷവുമായിട്ട് വീണ്ടും കാണാം. ബായ്.